ഈ ഒരു മൂവി റിലീസായിട്ട് ഒരുപാട് ദിവസമായി. പക്ഷെ ഞാൻ ഇന്നലെ PVRന്റെ 99 ഓഫറുകളോട് മാത്രം പോയി കണ്ട ഒരു മൂവിയാണ്. ഇതൊരു A24ന്റെ മൂവിയാണ്. A24ന്റെ മൂവീസ് ഒന്നും ഞാൻ അങ്ങനെ കാണാതെ ഇരിക്കത്തില്ല. പക്ഷെ ഈ ഒരു മൂവിയുടെ ട്രെയിലർ വന്ന സമയത്ത് ട്രെയിലർ കണ്ടപ്പോൾ ഒരു സ്പോർട്സ് ഡ്രാമയാണ്. അതുകൊണ്ട് ഞാൻ പിന്നീട് കാണാം അല്ലെങ്കിൽ OTTയിൽ വരുമ്പോൾ കാണാമെന്ന് മാറ്റി വെച്ചൊരു മൂവിയാണ്. പക്ഷെ ഈ ഒരു മൂവി ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോൾ വേറെ ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനത്തെ ഒരു ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ഈ ഒരു മൂവി എനിക്ക് തരുമെന്ന്. അമ്മാതിരി ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന മൂവിയാണ് മാർട്ടി സുപ്രീം. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സ്പോർട്സ് ഡ്രാമ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ടൈപ്പ് ഓഫ് പ്രസന്റേഷൻ അല്ല. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലും ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ചും ക്യാരക്ടർ പ്രസന്റേഷനും ഒക്കെയാണ് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇതൊരു ബയോപിക് ആണെന്ന് ചോദിച്ചാൽ ഒരു കംപ്ലീറ്റ് ബയോപിക് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം സിനിമ സംസാരിക്കുന്ന മാർട്ടിൻ മൂസർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ടേബിൾ ടെന്നീസ് പ്ലെയറിന്റെ ലൈഫിൽ നടന്നിട്ടുള്ള കുറച്ച് ഇവന്റ്സ് മാത്രമാണ്. ഒരു പക്ക ബയോപിക് എന്ന് ഒരിക്കലും നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അയാളുടെ ലൈഫിൽ അയാളുടെ സർവൈവലിന് വേണ്ടി അയാൾ ചെയ്തു കൂട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ സിനിമയിൽ സംസാരിക്കുന്നുള്ളൂ. ഈ ഒരു മൂവിയുടെ ബാക്ക് ബോൺ അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തിമോത്തി ഷാൽമന്റെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ്. കാരണം മൂപ്പര് വേറെ ലെവലായിട്ട് പെർഫോമൻസ് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 9 നോമിനേഷൻസ് ഉണ്ട് ഈ ഒരു മൂവി ഓസ്കാർസിന്. ബെസ്റ്റ് മൂവി, ബെസ്റ്റ് ആക്ടർ എന്നൊക്കെ. ബെസ്റ്റ് ആക്ടർ മൂപ്പര് മിക്കവാറും തൂക്കും. കാരണം ആ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ബയോപിക് അല്ലെങ്കിൽ സ്പോർട്സ് ഡ്രാമ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രസന്റേഷൻ, ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ആ ഒരു മെയിൻ ക്യാരക്ടർ ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര നന്മ നിറഞ്ഞ മനുഷ്യൻ അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ അയാൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്ത് സർവൈവ് ചെയ്ത് ലാസ്റ്റ് വിൻ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ. പക്ഷേ ഈ സിനിമയിൽ വരുമ്പോൾ അങ്ങനെയല്ല, അല്ലെങ്കിൽ ഈ ക്യാരക്ടറോട്ട് വരുമ്പോൾ അങ്ങനെയല്ല. ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര ഗ്രേഷ്യഡ് ആയിട്ടുള്ള, ഭയങ്കര എന്താ പറയുക, ഒരു സെൽഫിഷ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അയാളുടെ നിലനിൽപ്പിന് വേണ്ടി അയാൾ ഏതറ്റവും പോകും, എന്തും ചെയ്യും. തന്റെ കൂടെ നിൽക്കുന്ന ആളായാലും ശരി, തന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളായാലും തന്റെ സർവൈവലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് തനിക്ക് ഒരു കാര്യം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോൾ തിമോത്തിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ക്യാരക്ടർ പെർഫോമൻസ് ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സിനിമയിൽ ഒരു സൈഡിൽ കൂടി കഥയും കാര്യങ്ങളും എല്ലാം പോകുന്നുണ്ടെങ്കിലും മൂപ്പര് അത് കൊണ്ടുപോകുന്നത് അടിപൊളിയായിരുന്നു. എൻ്റെ ഒരു മൂവിയിൽ മൂപ്പരൊരു ഓട്ടം തന്നെയാണ്. അതായത് തന്റെ ലൈഫിൽ ഒരു ടേബിൾ ടെന്നീസ് ഒരു ടൂർണമെന്റ് നടന്നു. ആ ഒരു ടൂർണമെന്റിന് ശേഷം തന്റെ ലൈഫിൽ വരുന്ന ഒരുപാട് ഇവന്റ്സ് ആണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി ടെല്ലിംഗിൽ വന്നിരിക്കുന്നത്. ആ ഓരോ ഇവന്റ്സ്, ആ ഒരു ക്യാരക്ടർ കടന്നു വരുന്നതും അവിടുത്തെ സർവൈവിനും അവിടുത്തെ ഇമോഷൻസും ഒക്കെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു ടൂർണമെന്റ് ഉണ്ടല്ലോ, ആ ഒരു ടൂർണമെന്റിൽ മാർട്ടിന്റെ ഓപ്പണന്റ് ആയിട്ട് വരുന്ന ഒരു ജപ്പാനിലെ ഒരു പ്ലെയർ ആണ്. സോ ആ ഒരു ജപ്പാൻ പ്ലെയറുമായിട്ടുള്ള കോമ്പറ്റീഷന് ശേഷം തന്റെ ലൈഫ് ഫുള്ള് കയ്യിൽ നിന്ന് പോവുകയാണ്. ഒട്ടും കൺട്രോൾഡ് അല്ല, വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ മാർട്ടി കടന്നു പോകുമ്പോൾ പുതിയതായിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സിനെ താൻ മീറ്റ് ചെയ്യും. സോ അവരെ മീറ്റ് ചെയ്തതിനു ശേഷം തന്റെ ലൈഫിൽ വരുന്ന ചേഞ്ചസും പുതിയ കുറച്ച് ഇവന്റ്സ് ഒക്കെയാണ് സിനിമയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എസ്പെഷ്യലി സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ തന്റെ ഒരു ലവറിനെ കാണിക്കുന്നുണ്ട്. അത് കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ താൻ ഒരു ഫാമിലി മാൻ ആവാനുള്ള പ്ലാനിലാണ്, അല്ലെങ്കിൽ ലൈഫ് സെറ്റിൽ ചെയ്യണം, അങ്ങനത്തെ ഒരു ഐഡിയ ആയിരിക്കും. പക്ഷെ ഒട്ടുമല്ല. അതൊക്കെ ജസ്റ്റ് തന്റെ ലൈഫിൽ കടന്നു പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒന്നിനും ഒരു സീരിയസ്നെസ് ഇല്ല. തന്റെ സർവൈവലിന് വേണ്ടി അല്ലെങ്കിൽ താൻ ആ ഒരു കാര്യം ഓവർകം ചെയ്ത് വരണം, അല്ലെങ്കിൽ തന്റെ ഒരു ലക്ഷ്യമുണ്ട്, ആ ഒരു ലക്ഷ്യം എത്താൻ വേണ്ടി എന്തും ചെയ്യും, ഏതൊരു അറ്റം വരെ പോകും. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ശരി, ആ ഒരു ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ മാത്രം മതി. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു ക്യാരക്ടറാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലവറിനെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം താൻ മീറ്റ് ചെയ്യുന്ന ഒരു ആക്ട്രസ് ഉണ്ട്, പുള്ളിക്കാരിയായിട്ടുള്ള കുറച്ച് ഇവന്റ്സ് കാണിക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം ഒരു പട്ടി കടന്നു വരുന്നുണ്ട്. ഈ ഒരു പട്ടി കടന്നു വന്നതിന് ശേഷം ജസ്റ്റ് ഒരു ആനിമൻ അല്ല, അതിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ ആ ഒരു പട്ടി തന്റെ ലൈഫിൽ വന്നതിന് ശേഷം നടക്കുന്ന ഒരുപാട് ഇവന്റ്സ് ഒക്കെ ഭയങ്കര നൈസ് ആണ്. അതുവരെ നമ്മൾ കണ്ട സിനിമ ഒരു ട്രാക്ക് ടോട്ടലി ചേഞ്ച് ചെയ്തിട്ട് വേറൊരു ലീഗിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ നൈസ് ആയിരുന്നു. ഒരു സ്ഥലത്ത് പോലും ഒരു സീൻ പോലും നമുക്ക് ഓക്കെ അനാവശ്യമൊന്നും അല്ലെങ്കിൽ ലാഗൊന്നും ഒന്നുമില്ല. ഓരോ സീക്വൻസ് നല്ല കിഡിലായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു R-rated ഫിലിമാണ്. ഒരുപാട് സെക്സ് സീക്വൻസും അല്ലെങ്കിൽ ഒരുപാട് നേക്കഡും കാര്യങ്ങളെല്ലാം സിനിമയിൽ വരുന്നുണ്ട്. സിനിമ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അങ്ങനത്തെ സീനാണ് വരുന്നത്. ഒരു കിസ്സിങ്, പിന്നീട് സെക്സ് സീൻ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ടെക്നിക്കൽ സൈഡ് സിനിമ ടോപ്പ് ആയിരുന്നു. അത് സിനിമാറ്റോഗ്രാഫി ആയാലും ശരി, എഡിറ്റിംഗിലായാലും മ്യൂസിക് ആയാലും കളറിംഗ് ആയാലും എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ല കിഡിലായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഹൈലൈറ്റ് ചെയ്ത് പറയാൻ തോന്നി ഈ സിനിമയിലെ ക്യാമറ തന്നെയാണ്. ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫിലിം ക്യാമറയിലാണ്. ഈ സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു 1950s 60s ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന സ്റ്റോറിയാണ്. സോ അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു ടോൺ അല്ലെങ്കിൽ ആ ഒരു കളറിംഗ് അല്ലെങ്കിൽ അന്നത്തെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എൻ്റെ മൂവിയുടെ എക്സിക്യൂഷൻ ഭയങ്കര നൈസ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ആ ഒരു ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആയാലും ക്യാമറ ആയാലും മ്യൂസിക് ആയാലും ലൈറ്റിംഗ് ആയാലും എല്ലാം വളരെ നൈസ് ആയിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഇവൻ ആ ഒരു ക്യാരക്ടേഴ്സിന്റെ ഒരു കോസ്റ്റ്യൂം ആയാലും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ഒരു മൂവിയിൽ കുറച്ച് ട്രാൻസിഷൻ ഷോട്ട്സ് ഉണ്ട്. അതൊക്കെ നൈസ് ആയിരുന്നു. എസ്പെഷ്യലി സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ സിനിമയുടെ ടൈറ്റിൽ വരുന്ന ഒരു സെക്സ് സീൻ ശേഷമാണ്. സോ അവിടെ വരുന്ന ട്രാൻസിഷൻ, അതായത് ഒരു ടെന്നീസ് ബോൾ ചെയ്യുന്ന ഒരു സ്പേമിന്റെ കുറച്ച് അനിമേഷൻ വീഡിയോ, അതൊക്കെ നൈസ് ആയിരുന്നു. അതുപോലെ കുറച്ച് ട്രാൻസിഷൻസ് ഒക്കെ നൈസ് ആയിരുന്നു. ഓവറോൾ സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു ക്ലാസിക് മൂവിയാണ്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും പ്രസന്റേഷൻ ആയാലും എല്ലാം കിടിലായിരുന്നു. ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ ഒരു മൂവിയുടെ ഇമോഷൻസ് ആയാലും ഹ്യൂമേഴ്സ് ആയാലും എൻഗേജിംഗ് ഫീൽ ആയാലും ക്യാരക്ടേഴ്സിന്റെ പ്രസന്റേഷൻ ആയാലും എല്ലാം നൈസ് ആയിരുന്നു. എസ്പെഷ്യലി ക്യാരക്ടർ പ്രസന്റേഷനിലോട് വരുമ്പോൾ തിമോത്തി അല്ലെങ്കിൽ മാർട്ടിൻ എന്ന് പറയുന്ന ആ ഒരു മെയിൻ ലീഡ് ക്യാരക്ടറാണ് ഈ ഒരു മൂവിയുടെ ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മൂപ്പറാണ് ഈ ഒരു എൻറ്റയർ മൂവി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അത്ര ഒരു കിടിലൻ ക്യാരക്ടറാണ്, അത്ര ഒരു കിടിലൻ മൂവിയാണ്. സോ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.